വാർത്തയിലേക്ക് കൂടി അന്ന് വളരെ വേഗം പോകണം. അത് കോഴിക്കോട് പെരുവണ്ണാമൂഴി പൂഴത്തോട് ഭാഗത്ത് സർവേക്ക് പോയ ഉദ്യോഗസ്ഥരെ കാണാതായി എന്നുള്ളതാണ്. 4 റവന്യൂ ഉദ്യോഗസ്ഥരും ഒപ്പം 3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമടക്കം 7 പേരെ ഉൾവനത്തിൽ കാണാതായി എന്നാണ് വിവരം. ഫോറസ്റ്റ് പോലീസ് സന്നദ്ധ സേനാംഗങ്ങൾ വിവിധ ടീമുകളായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. MS സനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. മനീഷ്, എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഇപ്പോൾ? രഞ്ജിത്ത്, സംസ്ഥാന സർക്കാരിന്റെ ഡിജിറ്റൽ സർവേ നടപടികളുടെ ഭാഗമായാണ് ഈ റവന്യൂ സംഘവും ഒപ്പം അവർക്ക് അകമ്പടിയായി 3 അംഗ വനംവകുപ്പ് സംഘവും കാട്ടിനുള്ളിലേക്ക് പോയത്. ഇന്നലെ രാവിലെ 7 മണിയോട് കൂടിയാണ് സർവേ നടപടികളുടെ ഭാഗമായി ഇവർ പെരുവണ്ണാമൂഴി പൂഴിക്കത്തോട് ഭാഗത്ത് സർവേക്ക് പോയത്. എന്നാൽ വൈകുന്നേരമായിട്ടും ഇവർ തിരികെ വന്നില്ല. ഇതേ തുടർന്ന് ബന്ധുക്കളടക്കം പരാതി നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ കാട്ടിനുള്ളിൽ വനംവകുപ്പും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. വടകര സർവേ ഓഫീസിലെ ഉദ്യോഗസ്ഥരായ പ്രശാന്ത്, അരുൺ, ഭരത്, അഖിൽ ഒപ്പം ചെയിൻമാൻ ആയ സിബിൻലാൽ എന്നിങ്ങനെയുള്ള 4 സർവേ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. പ്രാദേശികമായുള്ള 3 വനംവകുപ്പ് വാച്ചർമാർ ഇവർക്കൊപ്പം അകമ്പടി പോയി. അവർ കാടിനെപ്പറ്റി നല്ല ധാരണയും ബോധ്യവും ഒക്കെ ഉള്ള ആളുകൾ തന്നെ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കൊണ്ട് രാത്രി വൈകിയപ്പോൾ ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇന്നലെ കനത്ത മഴ ഈ മേഖലകളിൽ വനമേഖലയിൽ അടക്കം പെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു പ്രതികൂല സാഹചര്യത്തിൽ പുറത്തേക്ക് കഴിയാൻ വന്നതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഇവർക്ക് അമ്പടിക്കുകയോ അല്ലെങ്കിൽ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയോ ചെയ്തിരിക്കാം എന്നൊരു കണക്കൂട്ടലുണ്ട്. കാട്ടിനുള്ളിലായതുകൊണ്ട് ഫോൺ സൗകര്യങ്ങൾ ലഭ്യമല്ല. റേഞ്ച് പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നില്ലാത്ത അല്ലെങ്കിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതാണ് ഒരു ആശങ്ക കൊടുത്തിരിക്കുന്നത്. എന്തായാലും കുടുംബം ഇത്തരത്തിൽ പരാതിയുമായി ഈ ഓഫീസിൽ നിന്നും ഒപ്പം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും രംഗത്ത് അല്ലെങ്കിൽ കുടുംബം രംഗത്ത് വന്ന സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി മേഖലകളോട് ചേർന്ന ഫോറസ്റ്റ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ പ്രധാനമായും തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. അധികം വൈകാതെ ഇവരെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും വിവിധ സേനാംഗങ്ങൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.